സാറേ, ഈ വീഡിയോ എന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ ആ സിവിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് നമ്മൾ ഡിമോളിഷ് ചെയ്യാതെ ചെയ്യുന്നു. അപ്പോൾ ഡിമോളിഷ് ചെയ്യാതെ ചെയ്യുന്നത് നമ്മുടെ ഈ യൂണിറ്റ് കറക്റ്റ് അതിനകത്ത് നിൽക്കുമോ, ഈ സ്കേർട്ടിങ് വരുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും, ഇതൊക്കെ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഒരു പരിധിയുണ്ട്. ഇതിന് മേളിൽ ഒത്തിരി ഇതൊരു എന്നാ പറയുക, അത്രയും സിവിലിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. ഇതുണ്ടോ, ലെഗ് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, സ്കേർട്ടിങ് എങ്ങനെ വരും, ഇതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പുറകിൽ നമുക്ക് ടൈൽസും എല്ലാം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഈ സിവിൽ സ്ട്രക്ചറൊക്കെ കൂടുതൽ വരുന്ന സ്ഥലത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഡ്രോയിങ് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ കറക്റ്റ് ലെഗിൻ്റെ ഹൈറ്റ് എത്ര വേണം ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഭാഗത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ലെഗ് വെച്ച് വരുന്നു, ഈ ഭാഗത്ത് കസ്റ്റമൈസ് ചെയ്യുന്ന വെച്ച് ലെഗ് വരുന്നു. ഇതല്ലാതെ ഈ സ്കേർട്ടിങ് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ലെഗ് വരുമ്പം ഇതിൻ്റെ സ്കേർട്ടിങ് ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. അതായത് നമ്മുടെ വിക്കർ ബാസ്ക്കറ്റിൻ്റെ സ്കേർട്ടിങ്, ഇത് താഴത്തെ സ്റ്റെപ്പ്, ഇത് വിക്കർ ബാസ്ക്കറ്റിൻ്റെ സ്കേർട്ടിങ്, ഇത് വിക്കർ ബാസ്ക്കറ്റിൻ്റെ മോഡ്യൂൾ. ഒന്നുകൂടെ പറയാം, താഴെ ഇത് സ്റ്റെപ്പ്, വിക്കർ ബാസ്ക്കറ്റിൻ്റെ സ്കേർട്ടിങ്, അതേപോലെ തന്നെ വിക്കർ ബാസ്ക്കറ്റ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ എത്ര താമസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഡിമോളിഷ് ചെയ്യാതെ ഈ ഉള്ള സ്റ്റെപ്പിൻ്റെ മേളിൽ വെച്ച് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ, ഈ ലെഗ് ഇത് കാർക്കസാണ്. ഡോറ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തിരുന്ന് വീണ്ടും 2 സെൻറ്റിമീറ്റർ പുറത്തോട്ട് തള്ളി നിൽക്കും. അപ്പോൾ കാർക്കസിനകത്ത് നമ്മൾ ഇത് എത്ര മെഷർമെൻറ്റിലാണ് വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഷോറൂമിൽ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ മെഷർമെൻറ്റ് വെച്ച് ഫ്രണ്ടിലത്തെ ലെഗും ബാക്കിലെ ലെഗും എത്ര മെഷർമെൻറ്റ് വരും എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയാണ് ഇത് വരച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഈ സ്കേർട്ടിങ് ഇങ്ങനെ വന്ന് നിൽക്കും. ഈ സ്കേർട്ടിങ് ഇവിടെ വരുന്ന യൂണിറ്റ്സുകൾ വരുമ്പം, ഒരു മിനിറ്റ്, ഈ ഐലൻഡിൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ യൂണിറ്റ് ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഇവിടെ വരുന്ന യൂണിറ്റ്സ് വരുമ്പം വേറെ കസ്റ്റമൈസ് ചെയ്ത ലെഗും അതേപോലെ തന്നെ അതിൻ്റെ സ്കേർട്ടിങ്ങിന് ഹൈറ്റ് വരും. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് കുറേ സമയമെടുത്തു ഇത് വരയ്ക്കാൻ, 15 സെൻറ്റിമീറ്റർ. ഈ കെട്ടിന് 15 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മളിത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം, ഈ സ്കേർട്ടിങ്ങിനെല്ലാം ഒരേപോലെ തന്നെ ലെവൽ വരാൻ. അതായത് ഇവിടുന്ന് വരുന്ന സ്കേർട്ടിങ്ങിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ഇവിടെ ഈ യൂണിറ്റുകളെല്ലാം മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാന്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവരുമ്പം ഇതിൻ്റെ പുറകിൽ ഗ്യാപ്പ് വരും. ചെറിയ കാര്യമാണ്, പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ സിവിൽ സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോഴേ വേണ്ട, ഇത് മുന്നോട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ യൂണിറ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുറകെ ഗ്യാപ്പ്. കാരണം ഈ ലെഗ് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഗ്യാപ്പ് വരും. നമുക്ക്
കണ്ടോ, ഇപ്പോൾ ഒരു സ്പേസ് ഓൾറെഡി നമ്മുടെ ബഡ്ജറ്റിനകത്തുണ്ട്. ആ സ്പേസിനനുസരിച്ച് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ഇവിടെ നിന്ന് കൊണ്ടിരുന്നു. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്കേർട്ടിങ് എപ്പോഴും ഈ കാർക്കസിൻ്റെ ആ ഹൈറ്റിൽ നിൽക്കും. അതായത് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എല്ലാ സ്കേർട്ടിങ്ങിൻ്റെയും ഹൈറ്റ് ഒരുപോലെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, പുറകിൽ ഇങ്ങനെ ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് നമുക്ക് ഒരു MDFൻ്റെ ഇത് വെച്ച് അല്ലെങ്കിൽ മൾട്ടിവുഡിൻ്റെ ഒരു പീസ് വെച്ച്, ചെറിയ റീപ്പ് പോലത്തെ പീസ് വെച്ച് ഇത് നമുക്ക് മറയ്ക്കാം. അപ്പം ഇവിടെ എന്നാ ഇത് സമയമെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചില പ്രശ്നങ്ങളുള്ളത്. ഇപ്പോൾ നമ്മൾ സൈഡ് പാനൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സൈഡ് പാനൽ നോർമൽ ഇതിൻ്റെ സൈഡ് പാനലിൻ്റെ മെഷർമെൻ്റ് ആണ് കമ്പനി വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും കസ്റ്റമൈസ് ചെയ്യുക, കാരണം ഈ ഗ്യാപ്പ് ഉൾപ്പെടെ ഉള്ളത് വെച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ ഈ ഭാഗത്ത് വരുന്ന പോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ ഭാഗത്ത് വരുന്ന യൂണിറ്റ്സ് മുന്നോട്ട് വരും. അപ്പം അതിൻ്റെയും പുറകിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പുണ്ട്. അപ്പം ആ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് അവിടെ നമ്മൾ ഫില്ല് ചെയ്യാൻ, ഇതിവിടെ സൈഡ് പാനൽ വേണം, പുറകിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ MDFൻ്റെ അല്ലെങ്കിൽ മൾട്ടിവുഡിൻ്റെ പീസ് വെച്ച് റീപ്പ പോലെ വെച്ച് ഫില്ല് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പം അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്കേർട്ടിങ് എല്ലാത്തിൻ്റെയും ഹൈറ്റ് നമ്മൾ കൂട്ടുന്നു. അപ്പം ഇവിടെ 5% ഇപ്പം നിലവിൽ വരുന്ന പോലെ 5% ഇരുന്നു. അതേ നേരം ഈ യൂണിറ്റുകളെല്ലാം പുറകിലോട്ടാണ് പോകുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂണിറ്റുകളെല്ലാം ഇങ്ങനെ ബാക്കിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ താഴത്തെ സ്കേർട്ടിങ് ഇങ്ങനെ കാണുമെന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇരുന്ന് വരുന്ന സ്കേർട്ടിങ് എല്ലാം ഈവനായിട്ട് വരും. നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന സ്കേർട്ടിങ്സ് ഈ ഭാഗത്ത് വരുന്ന സ്കേർട്ടിങ്ങിന് ഹൈറ്റിന് വേരിയേഷൻ വരും. അത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതിനെല്ലാം ഒരു ഹൈറ്റ് ആയിരിക്കും, ഇതിന് വേറൊരു ഹൈറ്റ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമ്മൾ പുറകിൽ ഗ്യാപ്പ് വരുന്തോറും അത് പല്ലിക്കും ഇതിനൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ പറ്റുന്നത്രയും ഭിത്തിയോട് അടുപ്പിച്ച് വെക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ പുറകിലത്തെ ഗ്യാപ്പ് വരും. അത് നമുക്ക് മൾട്ടിവുഡിൻ്റെ റീപ്പ പോലെ പീസ്, അതായത് സ്റ്റിഫ്നർ പോലെ മൊത്തം ഇറക്കി വെക്കത്തില്ല MDF മൾട്ടിവുഡ് ഇറക്കി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ഭിത്തിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററിൻ്റെ വീതിയിലുള്ള 1-2 പീസ് പുറകെ വെച്ചിട്ട് അത് അതിൻ്റെ മേളിൽ ഈ പറഞ്ഞ വേറൊരു പീസ് വെച്ച് സ്ക്രൂ ചെയ്യും. അപ്പം അതൊരു ഇതുപോലെയാവും, തടസ്സം പോലെയാവും. ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ റിനോവേഷൻ പ്രോജക്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണോ അതോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ
അപ്പോൾ ഈ ഒരു രീതി ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് സാറൊന്ന് നോക്കിയിട്ടൊന്ന് പറയാമോ? അപ്പോൾ അതിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെയിൽസ് ഓർഡർ ചെയ്യാൻ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ഡിലീറ്റ് ഡിലീറ്റ് ഡിലീറ്റ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് വരച്ച് കഴിയുമ്പോൾ മാത്രമല്ല, അതിന് കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഞാൻ ഒരു 6 മണി മുതൽ ഇരിക്കുകയാണ് ഇതിൻ്റെ പുറകിൽ. അത് ഈ മെഷർമെൻറ്റ് നമുക്ക് കമ്പനി തരത്തില്ലല്ലോ. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന യൂണിറ്റ് വെച്ച് നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന ലെഗ് ഈ കാർക്കസ് ഇരുന്ന് 4 സെൻറ്റിമീറ്ററും പുറകിൽ വരുന്ന ലെഗ് കാർക്കസ് ഇരുന്ന് 3 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് ഇരുന്ന് 3 സെൻറ്റിമീറ്റർ, അങ്ങനെ കറക്റ്റായിട്ടും അതേപോലെ തന്നെ ഈ ലെഗിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. ഈ ലെഗിന് ഇങ്ങനൊരു സ്റ്റിഫ്നറുണ്ട്. അതല്ലാതെ ഈ ലെഗ് എന്ന ഹൈറ്റ് വരുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഇതിനകത്തിരുന്ന് എടുത്താൽ മാത്രമേ ഇത് കറക്റ്റ് ഇതിനകത്ത് നിൽക്കത്തുള്ളൂ എന്നറിയത്തുള്ളൂ. അപ്പം ഇതിപ്പം ഞാൻ കറക്റ്റ് ഈ പറഞ്ഞ പോലെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് പറഞ്ഞത്. സാറിന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ക്ലിയറായിട്ട് സ്കേർട്ടിങ് നിൽക്കും. താഴെ ആ ടൈലിൻ്റെ സ്റ്റെപ്പ് ഒന്നറിയാം. അത് ടൈൽ ഒട്ടിച്ചിരിക്കുന്ന കാരണം വൃത്തികേടൊന്നുമില്ല. എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഈ പടത്തിനകത്ത് ഇതുണ്ട് സ്കേർട്ടിങ് ഇങ്ങനെ തുടങ്ങും. ഇതുണ്ട് സ്കേർട്ടിങ്ങിന് രണ്ടിൻ്റെയും ഹൈറ്റ് വ്യത്യാസം.